ഹലോ, വെൽക്കം ബാക്ക് ടു കുക്ക് വിത്ത് തനു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വെജിറ്റബിൾ പിസ്സയാണ്. പലരും പിസ്സ എന്നാണ് ഇത് പറയാറ്, പക്ഷേ പിസ്സ എന്നാണ് ശരിക്കും പറയുക. അപ്പോൾ നമ്മൾ ഡോമിനോസിലും പിസ്സ ഹട്ടിലൊക്കെ കിട്ടുന്ന അതേ ഫ്ലേവറിലുള്ള വെജിറ്റബിൾ പിസ്സ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും, അതും ഓവനില്ലാതെ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നും അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പിസ്സ ഡോ അല്ലെങ്കിൽ പിസ്സയുടെ മാവ് ഉണ്ടാക്കണം. അപ്പോൾ അതിനു വേണ്ടി 250 ml കപ്പിൽ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് 2 മീഡിയം സൈസിലുള്ള പിസ്സ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈ സെയിം കപ്പിൽ തന്നെ ഒരു 3/4 കപ്പും 3 ടേബിൾ സ്പൂണും ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം ചൂട് കൂടി പോകരുത്, ഇളം ചൂടുള്ള വെള്ളം തന്നെ ആയിരിക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1/4 അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂണ് ഈസ്റ്റ്, 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഈ പഞ്ചസാര ഈസ്റ്റ് ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യണത്. ഈ വെള്ളം ചിലപ്പോൾ 1-2 ടീസ്പൂൺ ചിലപ്പോൾ എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ടി വരും. അത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ മിക്കപ്പോഴും ഈ ഒരു അളവിലാണ് വെള്ളം എടുക്കാറ്, അത് കറക്റ്റ് ആവാറുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ മാവ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പഞ്ചസാര ഇതിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. അതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഈസ്റ്റ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാത്രം കൊണ്ട് ഇതൊന്ന് മൂടി വെക്കണം. എന്നിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് ഈ ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ആവാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഈസ്റ്റ് ആക്ടിവേറ്റഡ് ആയിട്ട് അത് പൊന്തി വന്നിട്ടുണ്ട്. അടുത്ത് നമുക്ക് മാവ് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി 2 കപ്പ് മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഏകദേശം ഒരു 1/2 മുതൽ 3/4 ടീസ്പൂണിൻ്റെ ഉള്ളിൽ മതിയാവും. എന്നിട്ട് ഈ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഉപ്പ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒലിവ് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഈസ്റ്റ് ചേർത്തിട്ടുള്ള ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് ഈ പാത്രത്തിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് റഫായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പം നിങ്ങൾക്ക് വെള്ളം കൂടിപ്പോകുന്നൊക്കെ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ മുഴുവനായിട്ട് വെള്ളം ആദ്യം ഒഴിക്കേണ്ട, കുറേശ്ശായിട്ട് ചേർത്തിട്ട് കുഴച്ച് കൊടുത്താൽ മതിയാവും. ഈ മാവ് കുഴക്കുമ്പോൾ വെള്ളം കൂടിപ്പോയിന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ മൈദ കൂടി ഇത് ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം, ഇതെപ്പോഴും കുറേശ്ശെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഈ പിസ്സയുടെ മാവ് ഒരുപാട് ഡ്രൈ ആയിരിക്കാനും പാടില്ല, എന്നാൽ ഒരുപാട് സ്റ്റിക്കി ആയിരിക്കാനും പാടില്ല. ഇത് കുഴച്ച് കഴിയുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കണം, എന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പിസ്സ ബേസ് കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് പാത്രത്തിൽ വെച്ചിട്ട് റഫായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കൗണ്ടർ ടോപ്പിൽ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസിൽ വെച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി ആദ്യം തന്നെ കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ഈ മൈദ ഇതിലേക്ക് മാറ്റണം. എന്നിട്ട് ഇത് നല്ല സ്മൂത്തായിട്ട് കിട്ടുന്ന വരെ ഏകദേശം ഒരു 7-8 മിനിറ്റ് നല്ലപോലെ കുഴച്ചെടുക്കണം.
ഇത് കുഴച്ച് കഴിയുമ്പോൾ അടിയിലൊരു ടക്ക് പോലെ ഇട്ടിട്ട് ഒരു ബോൾ പോലെ ആക്കിയെടുക്കണം. എന്നിട്ട് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി വലിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അതെല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കുഴച്ച് വെച്ചിട്ടുള്ള ഈ മാവ് ഇതിലേക്ക് മാറ്റണം. ഇനി ഇതൊരു കിച്ചൺ ടവൽ അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള ഒരു തുണി വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്യണം. എന്നിട്ട് ഒരു 1.5 മുതൽ 2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പം ഇത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം മാവ് നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഞാനിതോടെ 2 മീഡിയം സൈസിലുള്ള പിസയാണ് ഉണ്ടാക്കാൻ പോണത്. അതുകൊണ്ട് ഈ മാവ് നേർ പകുതിയാക്കിയിട്ട് 2 ഭാഗങ്ങളാക്കുകയാണ്. ഇതും നേരത്തെ ചെയ്ത പോലെ ടക്ക് ഇട്ടിട്ട് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം. ഇനി ഇത് പരത്തിയെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിലാക്കി വെച്ചിട്ടുള്ള ഈ മാവ് എടുത്തിട്ട് നമുക്കിത് പരത്തി കൊടുക്കാം. പരത്തി കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, സെൻറ്ററിൽ നിന്ന് സൈഡിലേക്ക് വേണം പരത്തി കൊടുക്കാൻ. ഞാനിവിടെ 1/2 ഇഞ്ച് തിക്നെസ്സിലാണ് ഇത് പരത്തിയെടുക്കുന്നത്. 1/2 ഇഞ്ച് മുതൽ 1/4 ഇഞ്ച് തിക്നെസ് വരെയാണ് ഏറ്റവും നല്ലത്. അതിലും കൂടരുത്. ചിലർ തിന്നായിട്ടുള്ള പിസ്സ ക്രസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ തിന്നായിട്ടുള്ളത് ഉണ്ടാക്കുമ്പോൾ പിസ്സ ഇത്തിരി ക്രിസ്പി ആയിരിക്കും. ഇപ്പോൾ ഇത് പരത്തി കഴിഞ്ഞു. ഇനി ഇതൊരു ബേക്കിംഗ് ട്രേ അല്ലെങ്കിൽ പരന്നൊരു ബേക്ക് ചെയ്യാൻ പറ്റിയൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഞാനിവിടെ അലുമിനിയത്തിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഈ പിസ്സ ഇതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലർ കുറച്ച് പൊടിയും കൂടി സ്പ്രെഡ് ചെയ്യാറുണ്ട്. ഇനി ഇത് പതുക്കെ എടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് മാറ്റണം. പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ചുറ്റിലും ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കണം. അതിനുശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് കുത്തി കൊടുക്കണം. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ പിസ്സ ഉണ്ടാക്കി കഴിയുമ്പോൾ എയർ ബബിൾസ് കാരണം നിറയെ കുമിളകൾ ഉണ്ടാവും. അപ്പോൾ ആ കുമിളകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പിസ്സയുടെ ടോപ്പിംഗ് ആണ്. അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു തക്കാളി തിൻ സ്ലൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം തിൻ സ്ലൈസായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ സവാള തിൻ സ്ലൈസായിട്ട് അരിഞ്ഞത്, ഒരു 7-8 ഗ്രീൻ ഒലിവും ബ്ലാക്ക് ഒലിവും കുരു കളഞ്ഞിട്ടുള്ളത് സ്ലൈസ് ചെയ്തത്, പിന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഒലിവ് ഓയിൽ, പിന്നെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള മൊസറല്ല ചീസ്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഈ 2 മീഡിയം സൈസുള്ള പിസ്സയ്ക്ക് വേണ്ടിയിട്ട് 200 ഗ്രാമിൽ താഴെ മതിയാവും ഈ മൊസറല്ല ചീസ്. പിന്നെ ബേസിൽ ലീവ്സ്. ഈ ബേസിൽ ലീവ്സ് ചീപ്പായിട്ട് ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ പിസ്സ സോസ്. ഈ പിസ്സ സോസ് ഒന്നുകിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ളത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഹോം മെയ്ഡായിട്ട് നമുക്ക് ഉണ്ടാക്കാം. പിസ്സ സോസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പിസ്സ ടോപ്പിങ്ങിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ആദ്യം തന്നെ പിസ്സ ബേസ് എടുത്തിട്ട് അതിൽ കുറച്ച് ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം.
അതിനുശേഷം അതിൻ്റെ മേലെ പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ സോസ് സ്പ്രെഡ് ചെയ്യുമ്പോൾ നമ്മൾ മടക്കി വെച്ചിട്ടുള്ള ഈ ചുറ്റിലും ഒഴികെ ബാക്കി എല്ലാ ഭാഗത്തും അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ മേലെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഈ ചീസ് ഇതുപോലെ ഒന്നുകിൽ വെജിറ്റബിൾസ് ചേർക്കുന്നതിന് മുന്നേ ചേർക്കാം, അല്ലെങ്കിൽ എല്ലാ വെജിറ്റബിൾസ് ഇട്ടതിന് ശേഷം ഏറ്റവും മേലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സ്ലൈസ് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇനി സ്ലൈസ് ചെയ്തിട്ടുള്ള ഒലീവ്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബേസിൽ ലീവ്സ് ഇതിൻ്റെ മേലൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓറിയോ കേക്ക് ബേക്ക് ചെയ്ത പോലെ തന്നെ വലിയൊരു അലൂമിനിയം പാത്രം ചൂടാക്കാൻ വെക്കണം. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ലെയർ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ടതിന് ശേഷം പഴയ കുറച്ച് കുഴിയുള്ള ഒരു പാത്രം ഇതിൻ്റെ നടുവിലായിട്ട് കമഴ്ത്തി വെക്കണം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പാത്രം നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മൂടി തുറന്നിട്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പിസ്സയുടെ പാത്രം ഇറക്കി വെക്കണം. ഈ പിസ്സ ഇതിൽ ഇറക്കി വെച്ചതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ ഒരു വെയിറ്റ് വെക്കണം. വെയിറ്റുള്ള പാത്രം അല്ലെങ്കിൽ ഒരു കല്ല് അങ്ങനെ വെച്ചാൽ മതി. ഞാൻ ഇവിടെ ഒരു ഇൻ്റർലോക്കിൻ്റെ ഒരു ചെറിയൊരു ബ്രിക്കാണ് ഇവിടെ വെക്കുന്നത്. എന്നിട്ട് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലും 8 മുതൽ 10 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിലും വെക്കണം. അപ്പോഴേക്കും നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് മൊത്തം 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി വെയിറ്റ് മാറ്റിയിട്ട് നമുക്കിതിൻ്റെ മൂടിയൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മളുടെ പിസ്സ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇതിലത്തെ ചീസൊക്കെ അലിഞ്ഞിട്ടുണ്ട്. അതുപോലെ സൈഡിലൊക്കെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമ്മൾ ഓവനിൽ വെക്കണ അതേപോലെ തന്നെ ആയിട്ടുണ്ട്. അടിയിലൊക്കെ നോക്കിയാൽ കാണാം ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഇത് മുറിച്ചെടുക്കാൻ പിസ്സ കട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് മുറിച്ചെടുക്കാൻ പറ്റും. അപ്പം എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാനൊരു കത്തി വെച്ചിട്ട് തന്നെ മുറിക്കുന്നത്. ഇത് നോക്കിയാൽ കാണാം നമുക്ക് എല്ലാ ഭാഗത്തും നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇത് ചീസ് ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെ വെജിറ്റബിൾസ് ഇട്ടിട്ട് ബേക്ക് ചെയ്തിട്ടുള്ള പിസ്സയാണ്. ഇത് വെജിറ്റബിൾസൊക്കെ ഇട്ടതിന് ശേഷം ഏറ്റവും മേലെ ചീസ് ഇട്ടിട്ട് ബേക്ക് ചെയ്തിട്ടുള്ളതും.
അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.